ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുൻപിലുള്ള ക്ലാസ്സിൽ കേരളത്തിലെ ധാതുക്കളും വ്യവസായങ്ങളെക്കുറിച്ചും കേരളത്തിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചും കേരളത്തിലെ ഊർജ രംഗത്തെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗതാഗതത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് കേരളത്തിലെ ഗതാഗതം, കേരളത്തിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് പഠിക്കാം. MC റോഡിന്റെ പണി തീർന്നത് AD 1877 എന്ന കാലഘട്ടത്തിലാണ്. MC റോഡിന്റെ പണി തീർന്നത് ഏത് വർഷത്തിലാണ്? AD 1877. കുതിരാൻ തുരങ്കത്തിന്റെ നീളം വരുന്നത് 955-945 മീറ്റർ. ഇടത് വലത് ചേർന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി. കേരളത്തിലെ ആദ്യ ഇരട്ട റോഡ് തുരങ്കമാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി. കേരളത്തിലെ ആദ്യ ഇരട്ട റോഡ് തുരങ്കമാണിത്. മെയിൻ സെൻട്രൽ റോഡ്, അതായത് MC റോഡ്. MC റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും അങ്കമാലിയും. മെയിൻ സെൻട്രൽ റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും അങ്കമാലിയും. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിണ്ടിക്കൽ, കൊല്ലം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിണ്ടിക്കൽ, കൊല്ലം. NH 544 കേരളത്തിൽ ആരംഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. NH 544 കേരളത്തിൽ ആരംഭിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ആലപ്പുഴയിലാണ്. NH 66ന്റെ ഭാഗമാണത്. കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ആലപ്പുഴയിലാണ്. NH 66ന്റെ ഭാഗമാണത്. ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത ഏതാ? SH1. ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാതയാണ് SH1. കേരളത്തിലൂടെ കടന്നു പോകുന്ന NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറോക്ക്, പാലക്കാട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറോക്ക്, പാലക്കാട്. NH 212 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോടും മുലഹള്ളയും. കോഴിക്കോടും മുലഹള്ളയും ബന്ധിപ്പിക്കുന്നത് NH 212 ആണ്. ആലപ്പുഴയെയും ചങ്ങനാശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയുടെ നമ്പറാണ് 8. ആലപ്പുഴയെയും ചങ്ങനാശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയുടെ നമ്പറാണ് 8. ഈസ്റ്റേൺ ഹൈവേ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഹൈവേയാണ് SH8. ഈസ്റ്റേൺ ഹൈവേ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ് SH8. ആലപ്പുഴ എലിവേറ്റഡ് ബീച്ച് ഹൈവേ NH 66 എന്ന ദേശീയപാതയുടെ ഭാഗമാണ്. ആലപ്പുഴ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ഏത് ദേശീയപാതയുടെ ഭാഗമാണ്? NH 66. വെള്ളയിൽ പച്ച നിറമുള്ള മയിൽക്കുറ്റികൾ ഏതു തരം റോഡിനെയാണ് സൂചിപ്പിക്കുന്നത്? സംസ്ഥാന പാതയെ. വെള്ളയിൽ പച്ച നിറമുള്ള മയിൽക്കുറ്റികൾ സംസ്ഥാന പാത റോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയായ NH 966B മുമ്പ് അറിയപ്പെട്ടിരുന്നത് 47A. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയായ NH 966B മുൻപ് അറിയപ്പെട്ടിരുന്നത് 47A എന്നാണ്. 8 കിലോമീറ്റർ ആണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ജിയോസെൽ റോഡ് നിർമ്മിച്ചത് വിഴിഞ്ഞം തുറമുഖത്താണ്. കേരളത്തിലെ ആദ്യത്തെ ജിയോസെൽ റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം തുറമുഖത്ത്. KURTCയുടെ ആസ്ഥാനം വരുന്നത് എറണാകുളം ജില്ലയിലെ തേവര എന്ന സ്ഥലത്താണ്. KURTCയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ തേവര. ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ആരുടെ അല്ലെങ്കിൽ ഏതിന്റെ ചുമതലയാണ്? ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയാണ് ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും. ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ആരുടെ ചുമതലയാണ്? അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ എന്തായിരുന്നു? ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല. മൂവാറ്റുപുഴയുമായി ബന്ധിപ്പിക്കുന്ന മെയിൻ ഈസ്റ്റേൺ ഹൈവേയുടെ തുടക്കം പുനലൂരിൽ വെച്ചാണ്. മൂവാറ്റുപുഴയുമായി ബന്ധിപ്പിക്കുന്ന മെയിൻ ഈസ്റ്റേൺ ഹൈവേയുടെ തുടക്കം എവിടെയാണ്? പുനലൂർ. മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ടിപ്പു സുൽത്താനാണ്. മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ടിപ്പു സുൽത്താനാണ്.
സംസ്ഥാനത്ത് ആദ്യമായി വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടന്ന ജില്ലയാണ് ആലപ്പുഴ. സംസ്ഥാനത്ത് ആദ്യമായി വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടന്ന ജില്ലയാണ് ആലപ്പുഴ. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപം കൊണ്ടത് 2015-ലാണ്. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപം കൊണ്ടത് 2015-ലാണ്. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയാണ് എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ CNG ബസ് സർവീസ് ആരംഭിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ CNG ബസ് സർവീസ് ആരംഭിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തതും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്താണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH66. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH66. പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട്. പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള കേരളത്തിലെ ജില്ലയാണ്, അതും വയനാട് തന്നെയാണ്. പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കുറവുള്ളത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ ഉള്ളതും വയനാട് ജില്ലയിലാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ജില്ലയാണ് എറണാകുളം. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയാണ് ഗ്രീൻഫീൽഡ്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേരാണ് ഗ്രീൻഫീൽഡ്. കേരളത്തിൽ ആദ്യമായി KSRTC ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായി KSRTC ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. KSRTC നിലവിൽ വന്നത് 1965 ഏപ്രിൽ 1-നാണ്. KSRTC നിലവിൽ വന്ന വർഷം 1965 ഏപ്രിൽ 1-നാണ്. KSRTCയുടെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്. KSRTCയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ തലവനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ തലവനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. CNG, ഇലക്ട്രിക് വോൾവോ, സ്കാനിയ ബസ് സർവീസുകൾക്കായി KSRTCയുടെ കീഴിൽ 2021 നവംബർ 9 രൂപവത്കരിച്ച ഉപകോർപ്പറേഷനാണ് K-സ്വിഫ്റ്റ്. CNG, ഇലക്ട്രിക് വോൾവോ, സ്കാനിയ എന്നീ ബസ് സർവീസുകൾക്കായി KSRTCയുടെ കീഴിൽ 2021 നവംബർ 9 രൂപവത്കരിച്ച ഉപകോർപ്പറേഷനാണ് K-സ്വിഫ്റ്റ്. K-സ്വിഫ്റ്റിന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്തെ ആനയറയാണ്. K-സ്വിഫ്റ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് ആനയറയാണ്. അടുത്തത് നമുക്ക് കേരളത്തിലെ ജലഗതാഗതത്തെ കുറിച്ച് നോക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 2015-ലാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 2015-ലാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് കേരളം ഏത് കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്? അദാനി പോർട്സ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് കേരളം അദാനി പോർട്സ് എന്ന കമ്പനിയുമായിട്ടാണ് കരാറുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാനാണ് PR സുബ്രഹ്മണ്യൻ. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാനാണ് PR സുബ്രഹ്മണ്യൻ. കോട്ടയത്തെയും വൈക്കത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയുടെ നമ്പറാണ് 59. കോട്ടയത്തെയും വൈക്കത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയുടെ നമ്പറാണ് 59. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1989-ലാണ്.
കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1989-ലാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം. കേരളത്തിൽ അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെട്ടത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെട്ടത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടുന്നതിനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടുന്നതിനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചിയിൽ നാവിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചിയിൽ നാവിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. 90% ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടാണ് 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്. വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിന്റെ പേരാണ് ആദിത്യ. വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിന്റെ പേരാണ് ആദിത്യ. വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ന്റെ ഭാഗമായ കനാലുകൾ ഏതൊക്കെയാണ്? ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ന്റെ ഭാഗമായ കനാലുകളാണ് ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാനാണ് PR സുബ്രഹ്മണ്യൻ. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാനാണ് PR സുബ്രഹ്മണ്യൻ. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ നിലവിൽ വന്ന വർഷം 1964-ലാണ്. 1964-ലാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ. നീണ്ടകരയിൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 2010-ലാണ്. നീണ്ടകരയിൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 2010-ആണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രം കൊടുങ്ങല്ലൂരാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രം കൊടുങ്ങല്ലൂരാണ്. അടുത്തൊരു ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഉൾനാടൻ തുറമുഖമാണ് നാട്ടകം. സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഉൾനാടൻ തുറമുഖമാണ് നാട്ടകം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖമാണ് കൊച്ചി. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ തുറമുഖം ഏതാ? വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജഗ്നു. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജഗ്നു. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ട് ഏതാ? മുസിരിസ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ടാണ് മുസിരിസ്. കേരളത്തിലെ ആദ്യത്തെ ഇൻലാൻഡ് കണ്ടെയ്നർ തുറമുഖമാണ് നാട്ടകം. കേരളത്തിലെ ആദ്യത്തെ ഇൻലാൻഡ് കണ്ടെയ്നർ തുറമുഖമാണ് നാട്ടകം. കേരളത്തിലെ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാ? ആലപ്പുഴ. കേരളത്തിലെ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ്. ഇത്രയും നമ്മൾ പഠിച്ചത് ജലഗതാഗതത്തെ കുറിച്ചാണ്. അടുത്തത് നമുക്ക് റെയിൽ ഗതാഗതത്തെ കുറിച്ച് നോക്കാം. കേരളത്തിലെ റെയിൽ ഗതാഗതം. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചിരുന്നത്? കൊല്ലവും തിരുനെൽവേലിയെയും. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചിരുന്നത്? കൊല്ലവും തിരുനെൽവേലിയെയും. കൊല്ലം തിരുനെൽവേലി റെയിൽവേ ലൈൻ നിലവിൽ വന്നത് 1904-ലാണ്. കൊല്ലം തിരുനെൽവേലി റെയിൽവേ ലൈൻ നിലവിൽ വന്നത് 1904-ലാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ്, തൈക്കാട്.
കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട. ആ ഒരു സ്റ്റേഷനാണ് തിരുവല്ല. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ നഗരമാണ്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനും ഷൊർണൂർ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ ആണ്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് എറണാകുളം ഷൊർണൂർ റെയിൽപാത. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താനായി അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് എറണാകുളം ഷൊർണൂർ റെയിൽപാത. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം എവിടെയാ? ഒലവക്കോട്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം ഒലവക്കോടാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 2017 ജനുവരി 3-നാണ്. അതായത് കേരയിൽ സ്ഥാപിതമായത് 2017 ജനുവരി 3-നാണ്. റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട്. റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട്. കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ റെയിൽവേ. കേരളം ദക്ഷിണ റെയിൽവേ മേഖലയുടെ ഭാഗമാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്താണ്. 2019-ലാണത്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ ബേപ്പൂർ റെയിൽപാത ആരംഭിച്ചത് AD 1861-ലാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയായ തിരൂർ ബേപ്പൂർ ആരംഭിച്ചത് AD 1861-ലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽപാത ഏതാ? എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽപാത എറണാകുളം മുതൽ ഷൊർണൂർ വരെയാണ്. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാ? തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? തിരൂർ ബേപ്പൂർ. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 4 ദിശകളിൽ നിന്നുള്ള ലൈനുകൾ കൂട്ടിമുട്ടുന്ന കേരളത്തിലെ ഒരേയൊരു റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ. 4 ദിശകളിൽ നിന്നുള്ള ലൈനുകൾ കൂട്ടിമുട്ടുന്ന കേരളത്തിലെ ഒരേയൊരു റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ. ആ 4 ദിശകൾ പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, നിലമ്പൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാ? വേമ്പനാട് വല്ലാർപാടം റെയിൽ ബ്രിഡ്ജ്. 4.62 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് വേമ്പനാട് വല്ലാർപാടം റെയിൽ ബ്രിഡ്ജ് ആണ്. അതിന്റെ നീളം 4.62 കിലോമീറ്റർ ആണ്. കേരളം 3 റെയിൽവേ ഡിവിഷനുകളുടെ പരിധിയിലാണ് വരുന്നത്. അത് ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പാലക്കാട്, മധുര. കേരളം 3 റെയിൽവേ ഡിവിഷനുകളുടെ പരിധിയിലാണുള്ളത്. ആ 3 ഡിവിഷനുകളാണ് തിരുവനന്തപുരം, പാലക്കാട്, മധുര. മധുര ഡിവിഷന്റെ പരിധിയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് കൊല്ലം. മധുര ഡിവിഷന്റെ പരിധിയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് 2015 ജൂൺ 21-നാണ്. കേരളത്തിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് 2015 ജൂൺ 21-നാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കാവൽക്കിണർ. തമിഴ്നാട്ടിലാണുള്ളത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കാവൽക്കിണർ, തമിഴ്നാട്ടിലെ. അടുത്തത് മെട്രോ ഗതാഗതത്തെ കുറിച്ച് നോക്കാം. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടിയാണ് മിലു. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടിയാണ് മിലു. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ച സ്ഥാപനമാണ് അൽസ്റ്റോം. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ച സ്ഥാപനമാണ് അൽസ്റ്റോം. കൊച്ചി മെട്രോയുടെ മറ്റൊരു പേര് ഏതാ? കോമറ്റ്. കൊച്ചി മെട്രോയുടെ മറ്റൊരു പേരാണ് കോമറ്റ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17-നാണ്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം 2017 ജൂൺ 17-നായിരുന്നു. കൊച്ചി മെട്രോയുടെ ഒരു ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം 3 ആണ്. കൊച്ചി മെട്രോയുടെ ഒരു ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം 3 ആണ്.
കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനമാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനമാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ് നമ്മുടെ കൊച്ചി. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ് കൊച്ചി. കേരളത്തിൽ മെട്രോ റെയിൽ പാതയുള്ള ഏക നഗരം കൊച്ചി തന്നെയാണ്. കേരളത്തിൽ മെട്രോ റെയിൽവേ പാതയുള്ള ഏക നഗരമാണ് കൊച്ചി. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയ സ്ഥാപനമാണ് ജൈക്ക. ജപ്പാൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ആണത്. അടുത്തത് വ്യോമഗതാഗതത്തെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബായ കേരള ഫ്ലൈയിങ് ക്ലബിന്റെ സ്ഥാപകനാണ് കേണൽ ഗോദവർമ്മ രാജ. കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബായ കേരള ഫ്ലൈയിങ് ക്ലബിന്റെ സ്ഥാപകനാണ് കേണൽ ഗോദവർമ്മ രാജ. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തേക്ക് യാത്രാ വിമാനം സർവീസ് ആരംഭിച്ചത് 1946-ലാണ്. തിരുവനന്തപുരത്തേക്ക് യാത്രാ വിമാനം സർവീസ് ആരംഭിച്ചത് 1946-ലാണ്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ വിമാനത്താവളം ഏതാ? കൊച്ചി. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളം, അതായത് നെടുമ്പാശ്ശേരി. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളം. ഇന്ത്യയിലെ PPP മാതൃകയിൽ സ്ഥാപിതമായ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. എന്താണ് ഈ PP? പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇന്ത്യയിലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാതൃകയിൽ സ്ഥാപിതമായ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാ? അത് തിരുവനന്തപുരമാണ്. അത് നമ്മൾ മുൻപ് പഠിച്ചു അല്ലെ? 3ാമത്തെ പോയിന്റ് സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991-ലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991-ലാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏതു ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടേബിൾ ടോപ്പ് റൺവേയുള്ള ഏക വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടേബിൾ ടോപ്പ് റൺവേയുള്ള ഏക വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം. കരിപ്പൂർ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയത് 2006-ലാണ്. കരിപ്പൂർ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷമാണ് 2006. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ജെനി ജെറോമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ജെനി ജെറോമാണ്. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരിലെ മൂർഖൻ പറമ്പിലാണ്. കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മട്ടന്നൂരിലെ മൂർഖൻ പറമ്പിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രവർത്തന ചുമതലയുള്ള കമ്പനിയാണ് കിയാൽ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രവർത്തന ചുമതലയുള്ള കമ്പനിയാണ് കിയാൽ, അതായത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജിയുടെ ആദ്യകാല നാമമാണ് കേരള ഫ്ലൈയിങ് ക്ലബ്ബ്. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജിയുടെ ആദ്യകാല നാമമാണ് കേരള ഫ്ലൈയിങ് ക്ലബ്ബ്. കേന്ദ്ര സഹായം കൂടാതെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. കേന്ദ്ര സഹായം ഇല്ലാതെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി വിമാനത്താവളം എറണാകുളം ജില്ലയിലാണുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയത് 1999-ലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷമാണ് 1999. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗതാഗതത്തെ കുറിച്ചാണ് പഠിച്ചത്. ഇതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കേരളത്തിലെ ജില്ലകളെ കുറിച്ച് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.